അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, പോഷൻ ട്രാക്കറിനിലെ ജോലിഭാരം കുറയ്ക്കുക, പോളിയോ ഇൻസെന്റീവ് അംഗൻവാടി ജീവനക്കാർക്കും അനുവദിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുവാൻ നേതൃയോഗം തീരുമാനിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. അന്തരിച്ചു പോയ ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് അങ്ങ്. പക്ഷേ അതിൻ്റെ നിർഭാഗ്യകരമായ പ്രശ്നം അതിനെക്കുറിച്ച് നമുക്ക് വലിയ ബോധമൊന്നുമില്ലെന്നുള്ളതാണ്. ഇത്ര വലിയ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പിന്നെ ഗാർഹിക പീഡന നിരോധന നിയമം അത് നമ്മൾ കൊണ്ടുവന്നതാണ്. ഗാർഹിക പീഡന നിരോധന നിയമം ചെറിയ കാര്യമൊന്നുമല്ല. സ്ത്രീകളെ അനാവശ്യമായി ഭർത്താക്കന്മാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഉപദ്രവിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നിയമം ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊണ്ടുവന്നതാണ് എത്രയോ നിയമങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കാൻ. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ കേരളത്തിലെ സ്ത്രീകൾക്ക് അതിൻ്റെ ഒരു വലിയ ഗുണം മനസ്സിൽ തട്ടി ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സംഘടനാ ജില്ലാ പ്രസിഡന്റ് M ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ശാന്തിനി ദേവി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി PV ബാലകൃഷ്ണൻ, കുറ്റിക്കോൽ പഞ്ചായത്ത് മെമ്പർ ശോഭന ബാലചന്ദ്രൻ, C ശൈലജ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി KM സിജ സ്വാഗതവും K ലതി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി M ലക്ഷ്മിക്കുട്ടിയെ പ്രസിഡന്റായും K ശാന്തിനി ദേവിയെ വൈസ് പ്രസിഡന്റായും KA സിജയെ ജനറൽ സെക്രട്ടറിയായും സ്വപ്ന സെബാസ്റ്റ്യനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.